നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്നേ ബാലേന്ദ്രൻ മനുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഹരിക്ക് വേണ്ടി റെക്കമെൻഡേഷനുമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അലീനയ്ക്ക് നിന്നോടുള്ള മതിപ്പ് കൂടെ പോവും. നിനക്കറിയാവുന്ന കാര്യമാണല്ലോ, ഹരിയാണ് രോഹിത്തിനെയും കൂടെ വഴി പിഴപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് അലീനയ്ക്ക് നല്ല ദേഷ്യമുണ്ട് ഹരിയോട്. അങ്ങനെയുള്ള ഹരിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്താവും നിനക്കറിയാലോ. പിന്നെ നീയും ഒരു കാര്യം ചിന്തിക്കണം. ഹരി തെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും അലീന നിന്നോടൊപ്പം നിൽക്കില്ല. നീ മറ്റൊരാൾക്ക് വേണ്ടി അപേക്ഷയായിട്ട് ചെന്ന് വെറുതെ നിന്റെ ഉള്ള വിലയും കൂടെ കളയല്ലേ. അവൾ ഒരിക്കലും അതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. ഹരിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. മനു പറഞ്ഞു, ശരിയാ അങ്കിളെ, അങ്കിള് പറഞ്ഞത്. അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി അവളോടൊന്ന് സംസാരിച്ച് നോക്കാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. പക്ഷേങ്കിൽ എനിക്ക് മനസ്സിലായി അങ്കിള് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ അവളോട് സംസാരിച്ചിട്ടും കാര്യമൊന്നുമില്ലെന്ന്. എടാ, കാരണമുണ്ട്. നിനക്കറിയാലോ, രോഹിയുടെ കാര്യത്തിൽ പോലും രോഹി നിരപരാധിയാന്ന് അറിഞ്ഞിട്ട് പോലും അവൾ രോഹിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തില്ല. കാരണം അവൾക്ക് ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരണ്യ കോടതി സത്യം പറയുന്ന അവളുടെ വിശ്വാസം തെറ്റിയില്ല. അത്ര ആത്മവിശ്വാസമുള്ളൊരു പെൺകുട്ടിയാണ് അലീന. പിന്നെ തെറ്റ് ചെയ്ത ഹരിക്ക് വേണ്ടിയിട്ട് അവൾ ഒരു കാരണവശാലും ശരണ്യയുടെ മുന്നിൽ വാതുറക്കില്ല. അല്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മനുശങ്കറിന് തൻ്റെ തെറ്റ് മനസ്സിലായി. താൻ ഒരിക്കലും ആ കാര്യം ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു. ആ സമയത്ത് ഓട്ടോക്കാരി ഷാജി അലീനയെ കാണാൻ വരുന്നുണ്ട്. പിന്നീട് അലീനയെ വിളിച്ചിട്ട് ഈ പുറത്തേക്കൊന്ന് ഇറങ്ങി വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ അലീന അവിടേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താ ഷാജിച്ചിട്ട് കാര്യം എന്താന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഷാജി പറഞ്ഞു, അലീന ഇപ്പം അങ്ങോട്ടേക്ക് കാണാൻ പോലും ഇല്ലോന്ന് പറഞ്ഞു. അല്ല, അത് പിന്നെ ഞാൻ അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശരണയുടെ വീട്ടുകാർ എന്നെ ആ വീട്ടിലേക്ക് കയറ്റില്ല. ഒരു തവണ വന്നതാ, പക്ഷെ എന്നെ ശരണയെ കാണാൻ പോലും കൂട്ടാക്കിച്ചില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഷാജി പറഞ്ഞു, ഇപ്പം ആ പെങ്കൊച്ചിൻ്റെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാ. നേരത്തെ ഹോര പ്രസംഗിച്ചുകൊണ്ട് അലീന അങ്ങോട്ട് വരുമായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്താ ഷാജി ചേട്ടാന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ പറയുന്നത് കേട്ടു, ഇപ്പം ആ കൊച്ചു ആരോടും മിണ്ടുന്നില്ല, നേരെ ചൊവ്വേ ആഹാരം പോലും കഴിക്കുന്നില്ല, എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ആകപ്പാടെ ഇത് മുറിയിൽ ഒതുങ്ങിക്കൂടിയെന്ന്. അല്ല, അലീന വന്ന് അവളെ പുറത്തൊക്കെ ഇറക്കിയതല്ലേ, എന്തൊരു സന്തോഷത്തോടെ അവൾ പുറത്തിറങ്ങിയത്, ഇപ്പം എന്ത് പറ്റി, അവൾ അങ്ങനെ മുന്നോട്ട് പോട്ടെ എന്നാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അലീനയോട്. അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അലീന പറഞ്ഞു, ഇതൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല ഷാജി ചേട്ടാ. ഞാൻ അവിടേക്ക് വന്നു കഴിഞ്ഞപ്പം അവരെന്നെ അവിടെ നാട്ടിൽ പായിക്കുകയോ ചെയ്തേ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് പോകാതിരുന്നേന്ന് പറഞ്ഞു. എന്നാലും അലീനയെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം അലീന ചെയ്തു നോക്ക്. ഒന്നെങ്കിൽ ശരണീനെ ഒന്ന് വിളിച്ചു നോക്ക്, അല്ലെങ്കിൽ ശരണീനെ ഒന്ന് പോയി കണ്ടു നോക്ക്. പാവം കൊച്ചല്ലേ, ആ കൊച്ചിനെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനായിട്ട് അലീനയെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ റിസ്ക് എടുത്ത് അവളുടെ അടുത്തേക്ക് പോയതല്ലേ, അതോ ഇനിയിപ്പം ഇവിടെയുള്ള രോഹിത്ത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം അലീനയ്ക്ക് തോന്നിക്കാണോ ഇനിയിപ്പോൾ ശരണയുടെ വീട്ടിലേക്ക് വരണ്ട, അല്ല ശരണീനെ രക്ഷിക്കേണ്ടെന്ന് തോന്നലുണ്ടായി കാണുമോ എന്നൊക്കെ ചോദിച്ചു. അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയത്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെന്താ ഷാജി ചേട്ടാ അങ്ങനെ ഒരു വർത്താനം, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാന്ന് പറഞ്ഞു. അല്ല, എനിക്കിപ്പോൾ അങ്ങനെയാ തോന്നേ, കാര്യം കാണാൻ വേണ്ടി മാത്രമായിരുന്നോ അലീന അവിടെ വന്നിരുന്നേന്ന്. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഒരിക്കലും അല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ച, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നേ. എനിക്ക് അവിടേക്ക് വരണമെന്നുണ്ടായിരുന്നു, അവരെ കാണണമെന്നുണ്ടായിരുന്നു, സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സംസാരിക്കാനായിട്ട് അവർ സമ്മതിക്കാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. പിന്നീട് ഓട്ടോക്കാരൻ ഷാജി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഇത് ഒട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നില്ല. ഇതിനു മുമ്പ് അങ്ങോട്ട് ചെന്നപ്പോൾ അലീനെ അവർ കയറ്റാതിരുന്നാണ്. പിന്നെ 1-2 വട്ടം ശരണ്യെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വിളിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അലീനം അകത്തേക്ക് വന്ന് ഫോൺ എടുത്ത് ശരണ്യയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ സ്വിച്ച് ഓഫ് എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു പക്ഷേ ശരണ്യക്ക് ഇനി എന്തെങ്കിലും ആപത്ത് വരുമോ, അവളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാ വീണ്ടും അവൾ ആ കുഴിയിലേക്ക് പോയോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. അവൾക്ക് താങ്ങും ബലവും കൊടുക്കേണ്ട സമയത്ത് അത് കൊടുത്തില്ലെങ്കിൽ അവളുടെ മനസ്സ് കൈവിട്ടു പോകും. ഒരു വിധത്തിലാണ് അവളെ കരയ്ക്കെത്തിച്ചത്. പക്ഷേങ്കിൽ വീണ്ടും അവളെ എല്ലാവരും കൂടി തള്ളി കുഴിയിലേക്ക് ഇട്ടോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി. ആ സമയത്ത് മനുശങ്കർ ബാലേന്ദ്രനോട് സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് മുറിയുന്ന. അലീന മനുശങ്കറിനോട് ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. ചായ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേനും മനുശങ്കർ എന്ത് പറ്റി, മുഖമൊക്കെ വല്ലാതിരിക്കണം എന്താന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. പ്രശ്നമോ, എന്ത് പ്രശ്നം? അപ്പോഴേക്കും ബാലേന്ദ്രനും കൂടെ അങ്ങോട്ട് വന്നു. പിന്നീട് ബാലേന്ദ്രനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ശരണ്യയുടെ വീട് വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. ശരണ്യയുടെ വീട്ടിൽ പോകാനോ? എന്തിന്? കഴിഞ്ഞ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും
അവിടെയുള്ളവർ നിന്നെ ആട്ടി ഓടിച്ചല്ലേന്ന് ചോദിച്ചു. അതെ, അത് ശരിയാ അച്ഛാ, പക്ഷേ ഇപ്പം ഓട്ടോക്കാരെ ഷായിച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു നിന്നെ കാണാനായിട്ട്. എന്തിന്? പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, ഇപ്പം നീ അവിടേക്ക് പോകാനാണോ? അതെനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല അച്ഛാ, എനിക്ക് പോയാൽ മതിയാവുള്ളൂ. എനിക്ക് ശരണയെ കാണണം, അവളെ കണ്ടൊന്ന് ആശ്വസിപ്പിക്കണം. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ 2 ദിവസമായിട്ട് ഞാൻ തിരക്കായിപ്പോയി. രോഹിത്തിന്റെ കാര്യങ്ങളായിട്ട് ഓടി നടക്കുമായിരുന്നല്ലോ. അവളെ നേരെ ജോബി ഒന്ന് ഫോൺ വിളിക്കുന്ന പോലും ഇല്ലായിരുന്നു. ഫോൺ വിളിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല മോളെ, നീ അങ്ങോട്ട് പോയാൽ പ്രശ്നമാകുമോ? എന്താണെങ്കിലും എനിക്ക് പ്രശ്നമില്ല അച്ഛാ, എനിക്ക് പോയാൽ മതിയാവുള്ളൂ. ശരണ്യെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ വരാമെന്ന് പറഞ്ഞു. മനുവേട്ടൻ വന്നാൽ ശരിയാകത്തില്ല. മനുവേട്ടൻ വന്നാൽ അവര് എന്ത് വിചാരിക്കും? മനുവേട്ടൻ കൂടെ കൂട്ടിക്കൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ശരണ്യെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നെന്ന് വിചാരിക്കില്ലേ? അതിനെ അവർക്ക് എന്നെ അറിയത്തില്ലോ. അതിന്റെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അവരെ തിരിച്ചറിയാതിരുന്നാ പോരെ. ഹരിയുടെ ചേട്ടനാണ് ഞാനെന്ന് അറിയാതിരുന്നാ പോരേന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ മനുവേട്ടൻ പോരാൻ പറഞ്ഞു. മനുശങ്കർ കൊണ്ടാന്ന് പറഞ്ഞു. മനുശങ്കറിന്റെ വിശ്വാസക്കുറവായിരുന്നു അലീനെ തനിച്ചു വിടാനായിട്ട്. അങ്ങനെ ഒടുവിൽ അലീനയും മനുശങ്കറും കൂടെ ശരണ്യയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ വീണ്ടും അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും കാറിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് മനുശങ്കർ ഒരു മാസ്ക് എടുത്ത് ധരിക്കുകയാണ്. അപ്പോൾ അലീന ചോദിച്ചു, ഇതെന്തിനാ? ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, തൽക്കാലത്തേക്ക് ആരും എന്നെ തിരിച്ചറിയണ്ടെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അല്ല, നീയിപ്പം ഇതാരാന്ന് ചോദിച്ചാൽ ഞാൻ എന്താന്ന് പറയും എന്ന് അലീന ചോദിച്ചു. അല്ല, ഹരിനയ്ക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. എന്താണ്? ഹരിയുടെ ചേട്ടനാന്നുള്ള കാര്യം പറയണ്ട. കാരണം അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ കാണാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവര് മിക്കവാറും അലീനെ കാണിച്ചെന്നും കൂടെ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും ശരണ്യയുടെ അച്ഛനും അമ്മയും കൂടെ ഇറങ്ങി വന്നു. അലീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നോക്കുകയാണ്. പിന്നീട് അലീന പറഞ്ഞു, ആൻറ്റി, ഞാൻ ശരണ്യൊന്ന് കാണാൻ വേണ്ടി വന്നാ, ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം, നിങ്ങൾ എതിർപ്പൊന്നും പറയരുതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാകരന് ഭാര്യയെന്ന് നോക്കി. ആ സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് മോൾ ഞങ്ങളോട് പോലും ഒന്നും സംസാരിക്കാറില്ല. വല്ലാത്തൊരവസ്ഥയിലാണ്. അലീന അന്ന് വന്നു പോയതിന് ശേഷം അവൾ ആകെപ്പാടെ ഡിപ്രഷനിലായതുപോലെ തോന്നി. ആരോടും നേരെ ചൊവ്വേ സംസാരിക്കത്ത് പോലുമില്ല. അല്ല, ഇതാരാ കൂടെ ഉള്ളതെന്ന് ചോദിച്ചു. ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളാന്ന് പറഞ്ഞു. അത്രമാത്രം അലീന പറഞ്ഞുള്ളൂ. അപ്പോഴേക്ക് ശരണ്യയുടെ അമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യുക, മോൾ ആദ്യം പോയി അവളെ ഒന്ന് കണ്ട് സംസാരിക്കുക. അവൾ ഞങ്ങളോട് പോലും മിണ്ടാൻ കൂട്ടാക്കുന്നില്ല. അവൾക്ക് ഞങ്ങളെ ആരെയും വിശ്വാസം ഇല്ലാത്ത പോലെ ഇപ്പോഴത്തെ സംസാരം പെരുമാറ്റമൊക്കെ. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാന്ന് അറിയത്തില്ല. മോൾ ചിലപ്പോൾ ചെന്നൊന്ന് സംസാരിക്കുവാണെങ്കിൽ കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടായിരിക്കും. അവള് പറയുന്നത് അവളെ ഞങ്ങള് ഇല്ലാതാക്കുന്ന, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ അച്ഛനോ അമ്മയല്ലേ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, പേടിക്കണ്ട ആൻറ്റി, ഞാൻ എന്തായാലും ശരണ്യൊന്ന് പോയി കാണട്ടെ. അതെ, മോള് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് മാറ്റം ഉണ്ടാവുമായിരിക്കും. ഞങ്ങളെ ഒന്നും അവൾക്ക് വിശ്വാസമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ എന്ത് ചെയ്തു? അലീന ശരണ്യയുടെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ശരണ്യ ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ജനലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശരണ്യ ഈ ലോകത്തെ അല്ലെന്ന് മനസ്സിലായി. അങ്ങനെ അലീന എന്നിട്ട് ശരണ്യയുടെ കണ്ണു പൊത്തുവാണ് പെട്ടെന്ന്. ഈ സമയം ശരണ്യ ഇങ്ങനെ പതുക്കെ അലീനയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് തിരിഞ്ഞു കഴിയുമ്പോഴത്തേനും അലീന കണ്ണെന്നുള്ള കൈയെടുത്തിട്ട് ചോദിച്ചു, മനസ്സിലായോ എന്നെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശരണ്യയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു. ഈ സമയത്ത് അലീന പറഞ്ഞു, എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചിട്ട് ശരണ്യ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ്. ഇത്ര ദിവസം ഉണ്ടായിരുന്ന അവളുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കടം മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടി ഒലിക്കുകയാണ്. ഒറ്റ കരച്ചിലായിരുന്നു ശരണ്യ. ഈ സമയം അലീന പറഞ്ഞു, എന്തിനാ കരയണേ? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തേലും സങ്കടം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന്. എന്തിനാ വിളിക്കാതിരുന്നെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്ക് ശരണ്യ പറഞ്ഞു, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക, ഞാൻ കാരണം രോഹിത്ത് പുറത്തിറങ്ങിയെന്ന്, ഇനി ആരും സഹായിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ആരെയും വിശ്വാസമില്ല ചേച്ചി. എൻ്റെ അച്ഛനും അമ്മയെ പോലും എനിക്ക് വിശ്വാസമില്ല. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. എനിക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതായെന്ന് പറഞ്ഞു. അലീന, നീ വിഷമിക്കൊന്നും വേണ്ട, ഞാനില്ലേ, പഠിക്കാൻ പോകാൻ ആഗ്രഹമെങ്കിൽ നമുക്ക് പഠിക്കണം. അതിനിപ്പോൾ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ആരും ഇല്ലെങ്കിലും ദേ മോളുടെ അച്ഛനും അമ്മയും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. പിന്നെ ഞാനുണ്ട്, എന്ത് വിഷമം വന്നാലും എന്നോട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ അലീന ശരണ്യെ ആശ്വസിപ്പിക്കുകയാണ്. അലീനയോട് ചേർത്ത് പിടിക്കലും മതിയായിരുന്നു ശരണ്യക്ക്. കാരണം അലീനയ്ക്ക് അറിയാതെ, അതുപോലെ തന്നെ ശരണ്യക്ക് അലീന എന്ന് പറഞ്ഞാൽ അത്ര വിശ്വാസമാണ്. അലീന ഒരിക്കലും കള്ളത്തരം പറയില്ല, അല്ലെങ്കിൽ തന്നോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല എന്നൊരു വിശ്വാസം ശരണ്യയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണല്ലോ രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ അലീനയോട് വെളിപ്പെടുത്തുകയും ചെയ്ത് കോടതിയിൽ ആ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തത്. ഒടുവിൽ ശരണ്യൻ എങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്
അലീനെ ആശ്വസിപ്പിച്ചു. ഈ സമയത്ത് ബബിത കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുമ്പോഴത്തേനും വൈജയന്തി അങ്ങോട്ട് ചെന്നു. വൈജയന്തി എന്നിട്ട് അലീനെ ബബിതയെ ചോദ്യം ചെയ്യണം. നീ എന്തിനടി രാവിലെ അവളെയും വിളിച്ചോണ്ട് കോളേജിലേക്ക് പോയെന്ന് ചോദിച്ചു. ആരെ? അലീനെ. ഓ, അലീന ചേച്ചി വിളിച്ചോണ്ട് പോയതോ? എൻ്റെ അമ്മേ, ഞാൻ തനിച്ചാ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇന്ന് ക്ലാസ്സിലിരിക്കാൻ പറ്റില്ലായിരുന്നു. അലീന ചേച്ചി വന്നുകൊണ്ട് മാത്രം, അല്ലായിരുന്നെങ്കിൽ ഇത്തവണത്തെ എക്സാം പോലും എനിക്ക് എഴുതാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു. ഓ, അവളുടെ ഒരു അലീന ചേച്ചി വന്നിരിക്കുന്നു. എടി നാണം ഉണ്ടോടി? എന്ന് മുതലാ അവള് നിനക്ക് ചേച്ചിയായെന്ന് ചോദിച്ചു. എൻ്റെ അമ്മ എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് പറയണമെന്ന് ചോദിച്ചു. ഒരു നല്ല കാര്യം നടക്കുമ്പോൾ നല്ലതാന്ന് പറഞ്ഞുകൂടെന്ന് ചോദിച്ചു. അതെ, എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയില്ല. ഇപ്പം നിന്നെ എല്ലാവരെയും കൂടെ അവള് കയ്യിലെടുത്തിരിക്കുക. നിനക്കൊക്കെ അതെ എന്തോ കളിക്ക് തന്നിട്ടുണ്ടെന്ന് തോന്നേ. എന്ത് കളിക്ക് തന്നു? കൈവശം. ദേ അമ്മയുടെ കൈവശം. എനിക്കാരും കൈവശമൊന്നും തന്നിട്ടൊന്നുമില്ല. പിന്നെ നല്ലത് കണ്ടാൽ നല്ലതാന്ന് പറയണമല്ലോ. ശരിക്കും പറഞ്ഞാൽ അലീന ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കോളേജിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ലായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഒന്നും അല്ലാതായി പോയനോ. പക്ഷെ ചേച്ചി എന്നാ ധൈര്യമുണ്ടല്ലോ, അത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ബബിത റൂമിലേക്ക് പോകുമ്പോൾ വൈജിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല വൈജി ഇത്. തൻ്റെ മക്കളെല്ലാം തനിക്ക് നേരെ തിരിഞ്ഞെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.